പ്രൈസ് ലോർഡ്. ഗോഡിസ് ലവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ 51ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദൈവദാസിദാസന്മാർ, ദൈവമക്കൾ, ഓൺലൈനിലൂടെ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഇടയിൽ ദൈവദിന ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിട്ടുള്ളത് പാസ്റ്റർ PK അലക്സാണ്ടർ ആണ്. പ്രിയ ദേവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസൻ സൗദി അറേബ്യ ജിദ്ദയിൽ നിന്നുമാണ് കടന്നു വന്നിട്ടുള്ളത്. ജോലിയോടൊപ്പം തന്നെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി കർത്താവ് അതിശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദേവദാസനാണ്. പ്രിയ ദേവദാസൻ ജിദ്ദയിലുള്ള AG ചർച്ച് എന്നറിയപ്പെടുന്ന ദൈവസഭയുടെ ശുശ്രൂഷകനാണ്. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡിസ് ലവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ മീറ്റിംഗ് ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളും. താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കൈയിൽ തരിക നിന്നെ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കൈയിൽ തരിക നിന്നെ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും ധാരയിൽ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും കൃപയാൽ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പാദം സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല മുഖാന്തരങ്ങൾക്കും വഴികൾക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ വിശേഷാൽ ഗോഡീസ് ലവ് എന്ന പ്രോഗ്രാമിലൂടെ സൂം മീറ്റിംഗിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ മരുപ്രയാണത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കിയ എല്ലാ മുഖാന്തരങ്ങളെയും വഴികളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രികാലം ഈ മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്ന സാബു പാസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് ഇന്ന് രാത്രികാലം ദൈവത്തെ പാടി ആരാധിക്കുവാൻ ദൈവം നമുക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രിയ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഡെന്നീസ് ബ്രദറിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. തന്റെ ഔദ്യോഗിക ജോലിയുള്ള ബന്ധത്തിലും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവീയ കൃപ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന്റെ അഡ്മിനായി പ്രവർത്തിക്കുന്ന സിജിയെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. പ്രിയ മാതാവിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാവുന്നത് കൊണ്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മോടൊപ്പം ഇരിക്കാമെന്ന് വാഴ്ത്തത്തം ചെയ്തവനായ കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം നമ്മളോടുള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, ഞാൻ വാഴ്ത്തുകയാണ്. അല്പനേരത്തെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ വായിച്ച ദൈവസന്നിധിയിൽ ഹല്ലേലൂയ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഇരിക്കുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണം പ്രാപിക്കുകയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 4-ാം അധ്യായം 1 മുതൽ ഹല്ലേലൂയ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. പ്രവാചക ശിക്ഷകന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എന്റെ 2 മക്കളെയും പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ നാം വായിച്ചു കേട്ട ഈ തിരുവചനം പലപ്പോഴും നാം ഹല്ലേലൂയ പല ദേവദാസന്മാരിലൂടെ
സംസാരിക്കുകയും കേൾക്കുകയും നാം പലപ്പോഴും നമ്മുടെ പ്രയാസ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തിയെ ചിന്തിച്ചിട്ട് തിരുവചനത്തിൽ നിന്ന് നാം വായിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ആശ്വാസം പ്രാപിച്ച ഒരു തിരുവചനമാണ് ഇന്ന് രാത്രികാലം നാം വായിച്ച് കേൾക്കുവാനിടയായത്. ഇതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ കാണുമ്പോൾ ഭക്തനായിരിക്കുന്ന ഒരു ദൈവദാസന്റെ ഭാര്യയുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തിന് വേണ്ടി നിലനിന്ന ഒരു ഭവനത്തിൽ കടന്നു വന്ന പ്രതിസന്ധിയുടെ മുമ്പിൽ ദൈവിക ആലോചനയ്ക്കായി, ദൈവിക പ്രവർത്തനത്തിനായി, ദൈവത്തിന്റെ കരം ചലിപ്പിക്കേണ്ടതിനായി ദൈവസന്നിധിയിലേക്ക് ഓടി വന്ന ഒരു സഹോദരിയുടെ വിഷയമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ദൈവം അവരെ കൂട്ടിച്ചേർത്തിരിക്കുന്ന മണ്ഡലത്തിൽ ദൈവത്തെ സേവിച്ച് ദൈവത്തെ മാനിച്ച് കടന്നു പോകുന്ന സാഹചര്യത്തിൽ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധി കടന്നു വരുവാനിടയായി. ആ കുടുംബത്തിൽ ആദ്യമായി കടന്നു വന്നത് അവരുടെ ജീവിതത്തിലെ ആശ്രയമായിരിക്കുന്ന ആ സഹോദരിയുടെ ആശ്രയമായിരുന്ന കൂട്ടാളി ഈ ദേശത്ത് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകുവാനിടയായി. തുടർന്ന് അവരുടെ ജീവിതത്തിൽ ഓരോരോ പ്രതിസന്ധികൾ കടന്നു വരുവാനിടയായി. പ്രതിസന്ധികൾ പലതും കടന്നു വന്നിട്ടും താൻ കുടുംബമായി ജീവിച്ച നാളുകളിൽ അവർ ദൈവത്തെ സേവിക്കുകയും മാനിക്കുകയും യഹോവഭക്തിയോടെ ജീവിക്കുകയും ദൈവിക കൽപ്പനയനുസരിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതിന് വേണ്ടി അവരുടെ വിഷയം ദൈവസന്നിധി എത്തിക്കുവാനിടയായി. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവിക സാന്നിധ്യത്തിന് വേണ്ടി, ദൈവിക ആലോചനയ്ക്ക് വേണ്ടി, ദൈവത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി, ദൈവത്തിന്റെ കരം ചലിപ്പിക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ വിഷയത്തെ ഏൽപ്പിച്ചാൽ ലോകത്ത് ആർക്കും ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ അസാധ്യമായ വിഷയങ്ങളെ നിനക്ക് വേണ്ടി ദൈവം ഒരു പ്രത്യേക കരമൊരുക്കി നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കർത്താവിന്റെ കരം ഇന്ന് രാത്രി ചലിക്കുവാനിടയായി തീരാം. നിന്റെ വിഷയത്തെ മറ്റാരോടും പറയാതെ നീ യഹോവയിൽ നിന്റെ വിഷയം സമർപ്പിക്കുവാൻ ഇന്ന് രാത്രിയിൽ തയ്യാറാകുമോ? അതിനായി നീ സമർപ്പിക്കുമോ? ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായി തീരാം. ലോകം നിന്റെ വിഷയത്തെ കണ്ടിട്ട് പറയുവാനിടയായി തീരും, നീ ഇത്രയും നാളും ദൈവത്തെ സേവിച്ചിട്ട് നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ മാത്രമേ ഉള്ളല്ലോ, നിന്റെ ജീവിതത്തിൽ ഒരു ഉണർവില്ലല്ലോ, ഒരു വിജയമില്ലല്ലോ, ഒരു ഉയർച്ചയില്ലല്ലോ എന്ന് പറഞ്ഞു നിന്നെ നിന്ദിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്നെ ആര് നിന്ദിച്ചുവോ, നിന്നെ ആര് പരിഹസിച്ചുവോ, അവരുടെ മധ്യേ ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി യഹോവ ചെയ്യുവാനിടയായി തീരാം. അതിനായി നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ടാകും. സ്വന്തം വിവേകത്തിൽ ഊന്നാതെ യഹോവയുടെ സന്നിധിയിൽ കരയുവാൻ തയ്യാറാകണം. നിന്റെ നിലവിളി മനുഷ്യരുടെ മുന്നിലാകരുത്. നിന്റെ നിലവിളിക്ക് നീ വിളിക്കുന്നത് നിന്നെ വിളിച്ചവനായ ദൈവത്തിന്റെ മുമ്പിൽ നിനക്കൊരു ഉടയവനുണ്ട്, നിന്നെ സൃഷ്ടിച്ചവനായ ഒരു കർത്താവുണ്ട്. അവന്റെ മുമ്പിൽ നീ നിലവിളിക്കുവാൻ തയ്യാറായാൽ നിന്റെ കരച്ചിലിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ, നിന്റെ നിലവിളിയുടെ ശബ്ദത്തിന്റെ മുമ്പിൽ നിനക്ക് വേണ്ടി സ്വർഗം തുറന്ന് ഇറങ്ങി വരുന്ന ദൈവമാണ് ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഈ വിധവയായിരിക്കുന്ന സ്ത്രീ തന്റെ ദേശത്ത് സ്വജനത്തിന്റെ മധ്യയായിരിക്കാം താമസിക്കുന്നത്. അവരുടെ മധ്യേ ഒരുപക്ഷെ ഇവർ മാത്രമേ കാണത്തുള്ളൂ വിശ്വാസ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത്. ഞാനും നിങ്ങളുമായിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഞാനും നിങ്ങളും മാത്രമേ ഒരു ദേശത്ത്
സ്വജന ബന്ധുമിത്രാദികളുടെ ഇടയിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് മുമ്പായി കരങ്ങളെ ചൂണ്ടി വിരലുകൾ ചൂണ്ടി നീ ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് നിനക്കെന്ത് പ്രയോജനമെന്ന് ചോദിക്കുന്ന മണ്ഡലങ്ങളിൽ ദൈവം എനിക്ക് വേണ്ടി വലിയവ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച ഹല്ലേലൂയ ആ കുടുംബത്തെ ദൈവം ആദരിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അതിന്റെ ചുറ്റുപാടുകൾ ഇപ്രകാരമാണ് ചിന്തിച്ചത്. ഹല്ലേലൂയ. കടക്കാർ വന്നവരുടെ മക്കളെ അടിമകളാക്കി കൊണ്ടുപോകുമെന്ന് ലോകം ചിന്തിക്കുന്നത് പോലല്ല ദൈവമക്കളെ. ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നത്, ദൈവത്തിന്റെ സന്നിധിയിൽ കരയുന്ന ഒരു ദൈവം ഇതെല്ലാം കരച്ചിലിന് സ്വർഗം വില കൊടുക്കും. ലോകത്തിന്റെ മുമ്പിൽ നിന്നെ നിന്നാവിഷയമാക്കി തീർക്കുവാൻ എന്റെ ദൈവം അനുവദിക്കുകയില്ല. നിനക്ക് വേണ്ടത് തക്ക സമയത്ത് നിന്നെ പോറ്റി പുലർത്തുവാൻ, നിന്നെ ഉദ്ധരിക്കുവാൻ എന്റെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആ കുടുംബത്തിൽ ഉണ്ടായ പ്രതിസന്ധിയെ ലോകത്തിൽ ആർക്കും പരിഹരിക്കുവാൻ കഴിയാത്ത വിധത്തിലായിരുന്നു. ഹല്ലേലൂയ. ആ പരിഹാരം ഒരുക്കണമെങ്കിൽ ഒരു ധനവാനായിരിക്കുന്ന ഒരു മനുഷ്യന് ആ കുടുംബത്തോട് മനസ്സലിയണം. എന്നാൽ അവരുടെ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ആ ദേശത്ത് ആരും അവരെ സഹായിക്കുവാൻ മുന്നോട്ട് കടന്നു വന്നില്ല. അവരുടെ നാശം മാത്രമാണ് കാണുവാൻ മറ്റുള്ളവർ ആഗ്രഹിച്ചത്. അതിന്റെ മധ്യേ വിളിച്ചവൻ വിശ്വസ്തനെന്ന് അവർ വിശ്വസിച്ച് വിളിച്ചവന്റെ അടുക്കിലേക്ക് അവർ ഓടിച്ചെല്ലുവാനിടയായി. നിന്റെ വിഷയം മറ്റുള്ളവരുടെ മുമ്പിൽ നീ അവതരിപ്പിക്കാതെ നിന്നെ വിളിച്ച കർത്താവിന്റെ സന്നിധിയിൽ നിന്റെ വിഷയത്തെ സമർപ്പിക്കുവാൻ നീ തയ്യാറാകുമോ? ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാം. ഹല്ലേലൂയ. തിരുവചനത്തിൽ നാം വായിക്കുമ്പോൾ കാണുവാൻ കഴിയും, മനുഷ്യരിൽ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ഈ സഹോദരി ഹല്ലേലൂയ മനുഷ്യരിൽ ആശ്രയിക്കുവാൻ പോയില്ല, യഹോവയുടെ സന്നിധിയിലൊക്കെ നിലവിളിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അവർ ഓടിച്ചെന്നിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇപ്രകാരമാണ്, ഏലീശ പ്രവാചകന്റെ മുമ്പിൽ അവൾ നിലവിളിച്ചു, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസനായിരിക്കുന്നവൻ യഹോവ ഭക്തനെന്ന് നീ അറിയുന്നുവല്ലോ. ഇപ്പോൾ കടക്കാർ വന്ന് എന്റെ മക്കളെ അടിമകളാക്കുവാൻ വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. എനിക്ക് ഈ വിഷയത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ പ്രാപിക്കണം. ഹല്ലേലൂയ. ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് ഹല്ലേലൂയ നീ എനിക്കൊരു വിടുതൽ അയക്കേണ്ടതിന് ദൈവസന്നിധിയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് എലീശ പ്രവാചകനോട് ആ സഹോദരി ആവശ്യപ്പെടുന്നത്. ഹല്ലേലൂയ. അവരുടെ മനസ്സിന്റെ ആഴമറിഞ്ഞിട്ട് എലീശ പ്രവാചകൻ അവളോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, തിരുവചനം ഇപ്രകാരം നമ്മളെ അതിൽ നിന്ന് ഉപദേശിക്കുകയാണ്. ദൈവം നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ നീ യഹോവ ഭക്തനായിരിക്കുന്നു എങ്കിൽ ഹല്ലേലൂയ കുടുംബത്തിന് ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. സാഹചര്യങ്ങളുടെ മധ്യത്തിൽ അവർക്ക് ലഭിച്ച പ്രമാണം വിട്ടുകളയാതെ ഹല്ലേലൂയ വിളിച്ചവൻ വിശ്വസ്തനെന്നല്ലേ, ഹല്ലേലൂയ അവസാനത്തോളം വഴി നടത്തുവാൻ ശക്തനെന്ന് അവർ ഉറച്ചു വിശ്വസിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറായി. അതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ക്വാളിറ്റി. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും സാഹചര്യങ്ങളും ഒക്കെയും കടന്നു വരുമ്പോൾ ദൈവത്തെ ഉപേക്ഷിച്ചു പോകാതെ ദൈവിക കൽപ്പനയ്ക്ക് വേണ്ടി, ദൈവിക ആലോചനയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ഹല്ലേലൂയ പ്രമാണമനുസരിച്ച് വിശുദ്ധിയോടെ, വേർപാടോടെ, നിഷ്കളങ്കതയോടെ, നിർമ്മലതയോടെ നീ ദൈവസന്നിധിയിൽ നിന്നാൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇറങ്ങി വരുന്നവനാണ്. ലോകത്തിന്റെ മുമ്പിൽ
നിന്നെ നിന്നാപാത്രമായി വായിക്കുവാൻ എന്റെ ദൈവം അനുവദിക്കുകയില്ല. എന്റെ ദൈവം നിന്റെ കണ്ണുനീരിനെ മറികടന്നു പോകുന്നവനല്ല. ഞാനും നിങ്ങളെ നിലവിളിക്കുന്ന കരച്ചിലിന്റെ ശബ്ദം കേട്ട് ഹല്ലേലൂയ നിൽക്കേണ്ടടുത്ത് നിന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. ഹല്ലേലൂയ ആ കുടുംബത്തിന്റെ ഹല്ലേലൂയ ദൈവദാസൻ അവളോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഹല്ലേലൂയ അവൾ പറയുകയാണ്, എന്റെ കടക്കാർ ഇപ്പോൾ എന്റെ കടക്കാർ വന്ന് രണ്ട് മക്കളെയും അടിമകളായി പിടിച്ചു കൊണ്ടുപോകുവാൻ വന്നിരിക്കുകയാണ്. അതിൽ നിന്ന് എനിക്കൊരു വിടുതൽ പ്രാപിക്കണമെന്ന് ഹല്ലേലൂയ അവൾ പറയുകയാണ്. ഹല്ലേലൂയ അതിന് അവൻ അവളോട് പറയുകയാണ്, ഹല്ലേലൂയ അതിന് നിന്റെ പക്കൽ എന്തുണ്ട്? ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിൽ നടക്കേണ്ടതിന് നമ്മുടെ പക്കൽ എന്തുണ്ട് എന്ന് തിരുവചനം നമ്മോട് ചോദിക്കുകയാണ്. ഒന്നാമത്തെ ക്വാളിറ്റി, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ നാം യഹോവ ഭക്തരായിരിക്കണം. അത് രണ്ടാമതായി ദൈവം നമ്മോട് പറയുകയാണ്, ഹല്ലേലൂയ നിന്റെ പക്കൽ എന്തുണ്ട്? നീ യഹോവ ഭക്തനായിരിക്കുമ്പോൾ, ഹല്ലേലൂയ നീ ഒരു ദൈവ വൈതലായി മാറുമ്പോൾ നിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. അത് നീ നഷ്ടപ്പെടുത്താതെ വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, ചിന്താഗതിയിലൂടെ, ജീവിത സാഹചര്യത്തിലൂടെ നിന്നിൽ ദൈവം തന്നിരിക്കുന്ന അഭിഷേകം നഷ്ടപ്പെടുത്താതെ നീ കാത്തുകൊണ്ടെന്നാൽ നിനക്ക് വേണ്ടി തക്ക സമയത്ത് ദൈവം പ്രവർത്തിക്കുവാൻ ഇറങ്ങി വരാം. ഹല്ലേലൂയ അവൾക്ക് പറയുവാനൊന്നുണ്ട്. ഹല്ലേലൂയ നിന്റെ ഭർത്താവിനോടൊപ്പം ഞാൻ ആയിരുന്നപ്പോൾ ഹല്ലേലൂയ ഞാൻ ഒരു ഭരണി എണ്ണ സൂക്ഷിച്ചു വെച്ചിരുന്നു. എണ്ണയെ നമ്മൾ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവളിലുള്ള അഭിഷേകം നഷ്ടപ്പെടുത്താതെ അവൾ കടന്നു പോകുവാനിടയായി. അത് അവിടെ തന്നെ നിൽക്കട്ടെ. അവൾ പറയുകയാണ്, എന്റെ വീട്ടിൽ എനിക്കൊരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നും എന്റെ കയ്യിലില്ല എന്ന് ദൈവഭക്തനോട് പറയുകയാണ്. ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ ദൈവഭക്തൻ അവളോട് പറയുന്നൊരു കാര്യമുണ്ട്. നീ ചെന്ന നിന്റെ അയൽക്കാരോട് വായിച്ചാട്ടെ. അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്തു കയറി വാതിലടച്ച് പാത്രങ്ങളൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക എന്ന് പറഞ്ഞു. അവൾ അവനെ വിട്ട് തന്റെ മക്കളോടുകൂടെ അകത്തു കടന്ന് വാതിലടച്ചു. അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. ആമേൻ. ഹല്ലേലൂയ. അവൾ ഹല്ലേലൂയ ദൈവദാസൻ പറഞ്ഞതുപോലെ മൂന്നാമതായി അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ഹല്ലേലൂയ അനുസരിക്കുന്ന ഹല്ലേലൂയ ഒരു ക്വാളിറ്റി അവൾക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ ദൈവദാസൻ അവളോട് പറഞ്ഞു, ഹല്ലേലൂയ നീ കടന്നു എന്നിട്ട് നിന്റെ അയൽക്കാരോട് വെറും പാത്രങ്ങളെ വാങ്ങിച്ച ശേഷമായി നിന്നിലുള്ള അഭിഷേകം അല്ലെങ്കിൽ നിന്നിലുള്ള എണ്ണ, നിന്റെ ഭവനത്തിലുള്ള എണ്ണ ഓരോ പാത്രങ്ങളിൽ പകരുവാൻ. ഹല്ലേലൂയ പാത്രങ്ങൾ ഒന്നും കുറഞ്ഞു പോകരുത്. ഹല്ലേലൂയ അവൾ അങ്ങനെ തന്നെ ചെയ്യുവാൻ ദൈവദാസൻ പറഞ്ഞ വാക്കുകളുടെ മുമ്പിൽ ദൈവം പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസത്തോടെ അവൾ ആ ദൈവീയ വചനം അവൾ ഏറ്റെടുത്ത് അനുസരിക്കുവാൻ തയ്യാറായതുകൊണ്ട് അവളും അവളുടെ മക്കളും പെരക്കകത്ത് കടന്നു ചെന്നിട്ട് ഓരോ പാത്രങ്ങളിൽ വെറും പാത്രങ്ങൾ അയലുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങി അതിൽ നിന്ന് അവരുടെ കയ്യിലുള്ള ഭരണിയിൽ നിന്ന് എണ്ണ പകരുവാൻ തുടങ്ങി. നീ അനുസരിക്കുവാൻ തയ്യാറായാൽ നിന്റെ ജീവിതത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരത്ഭുതം നിന്റെ ജീവിതത്തിൽ നടക്കുവാൻ ഇടയായി തീരും. ദൈവത്തെ അനുസരിക്കുവാൻ നീ തയ്യാറാകുമോ? ദൈവവചനത്തെ അനുസരിക്കുവാൻ നീ തയ്യാറാകുമോ? ജീവിതത്തിൽ ഇതുവരെയും മറ്റാരും കണ്ടിട്ടില്ലാത്ത, മറ്റാർക്കും പ്രവർത്തിച്ചിട്ടില്ലാത്ത ഒരു ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങാം. ഹല്ലേലൂയ. ആ കുടുംബത്തിൽ ഉണ്ടായിരുന്ന മൂന്നാമത്തെ ക്വാളിറ്റിയാണ് ദൈവത്തെ അനുസരിക്കുന്ന, തിരുവചനത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തി ജീവിതമായിരുന്നു എന്ന്. ഹല്ലേലൂയ.
ഈ തിരുവചനമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഹല്ലേലൂയ നാം ജീവിതത്തിൽ ദൈവത്തിന്റെ നന്മകൾ പ്രാപിക്കണമെങ്കിൽ, ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിപ്പിക്കണമെങ്കിൽ ഹല്ലേലൂയ യഹോവ ഭക്തരായിരിക്കണം. ഹല്ലേലൂയ രണ്ടാമതായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് അഭിഷേകത്തെ സൂക്ഷിച്ചു കൊള്ളണം. മൂന്നാമതായി ദൈവത്തെ അനുസരിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ ദൈവത്തെ അനുസരിക്കുവാൻ തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ അവർ ഹല്ലേലൂയ എണ്ണകൾ പകർന്നുകൊണ്ടിരുന്നു. പിന്നെ അവൾ പറയുകയാണ്, മക്കളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഹല്ലേലൂയ ഇനിയും പാത്രം കൊണ്ടുവരുവാൻ. ഹല്ലേലൂയ അനുഗ്രഹം ഹല്ലേലൂയ പാത്രമില്ല എന്ന് പറഞ്ഞപ്പോൾ എണ്ണയുടെ വരവ് നിൽക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ അതിന് ശേഷമായി അവൾ ചെയ്തത്, നാലാമതായി ചെയ്തത്, അവളുടെ ജീവിതത്തിൽ സംഭവിച്ച നന്മയെ ഹല്ലേലൂയ ദൈവപുരുഷന്റെ അരിക്കൽ ചെന്ന് പറയുവാനിടയായി. നാലാമതായി അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു ഗുണമാണ് ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ ഹല്ലേലൂയ നന്ദിയുള്ള ഒരു ഹൃദയം അവൾക്കുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കി ദൈവം ആ ഭവനത്തെ ആദരിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ ലോകം ഇന്നലെ വരെ പറഞ്ഞത്, കഴിഞ്ഞ നിമിഷം വരെ പറഞ്ഞത്, ദൈവത്തെ സേവിക്കുവാൻ ഇറങ്ങി തിരിച്ചത് കൊണ്ട് ഹല്ലേലൂയ അവരുടെ മക്കളെ ഇത് അടിമകളാക്കി കൊണ്ടുപോകും, ഇനി ഒരിക്കലും ഒരു മടങ്ങി വരവില്ല, ഇനി ഒരിക്കലും ഒരു ഉയർച്ചയില്ല എന്ന് ലോകം വിധി എഴുതിയ മണ്ഡലങ്ങളിൽ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ കടക്കാരന്റെ മുമ്പിൽ നിന്ന് അവരുടെ തലമുറയെ ദൈവം വിടുവിച്ചു. ഞാനും നിങ്ങളും ഇന്ന് പകൽ ഇന്ന് രാത്രികാലം ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറായാൽ സാധ്യതകളില്ലാത്ത മണ്ഡലങ്ങളെ എനിക്കും നിങ്ങൾക്കും വേണ്ടി സാധ്യതകളെ ഒരുക്കി, അസാധ്യമായ മണ്ഡലങ്ങളെ എനിക്കും നിങ്ങൾക്കും വേണ്ടി സാധ്യമാക്കി, വാതിലുകൾ പൊട്ടിയടയപ്പെട്ട വാതിലുകൾ എനിക്കും നിനക്കും വേണ്ടി ഇന്ന് രാത്രികാലം തുറക്കുവാനിടയായി തീരും. അനുഗ്രഹത്തിന്റെ ഒരു വാതിൽ തുറക്കുവാനിടയായി തീരും. എന്റെ കർത്താവ് നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നാൽ മനുഷ്യന് അടയ്ക്കുവാൻ കഴിയുകയില്ല. അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവനും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവനുമായ യഹോവ ഇന്ന് രാത്രികാലം നീ ദൈവത്തെ അനുസരിക്കുവാൻ, ദൈവവചനത്തെ അനുസരിക്കുവാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടി ഒരു പുതുവഴി തുറക്കുവാനിടയായി തീരാം. ഹല്ലേലൂയ ദേശത്ത് ഹല്ലേലൂയ ആ കുടുംബത്തിന് വേണ്ടി ദൈവം ഒരു പുതുവഴി തുറന്നു. ഹല്ലേലൂയ അത് അതിശയമായിരുന്നു. കേട്ടവർ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ വെറും പാത്രങ്ങൾ നിറഞ്ഞ എണ്ണ അവരുടെ ജീവിതത്തിലേക്ക് ലഭിച്ചു. ഹല്ലേലൂയ ഏഴാമത്തെ വാക്യം 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ശേഷം തന്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട് പാത്രം ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു, നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അവൾ തന്ന ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. ഹല്ലേലൂയ ദൈവജനമേ, അവൾ വസ്തുത അറിയിച്ചപ്പോൾ ദൈവപുരുഷൻ അവളോട് പറയുകയാണ്, നീ പോയി എണ്ണ വിറ്റ് കടം തീർത്ത് ഹല്ലേലൂയ ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ നിന്റെ ദൈവത്തെ അനുസരിക്കുവാൻ യഹോവഭക്തനായിരുന്നാൽ നിന്നുള്ള അഭിഷേകം നീ നഷ്ടപ്പെടുത്താതെ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ തയ്യാറായാൽ താൽക്കാലികമായ വിടുതൽ മാത്രമല്ല നൽകുന്നത്, ഇപ്പോഴുള്ള ആവശ്യത്തിൽ മാത്രമല്ല എന്റെ ദൈവം നിനക്ക് വരുന്നത്. ദൈവം നിന്റെ ഭാവിയെ കുറിച്ചും ചിന്തിക്കുന്നവരാണ്. തുടർന്നുള്ള ദിവസങ്ങൾ നീ എങ്ങനെ ജീവിക്കണമെന്നും എന്റെ കർത്താവ് നിനക്ക് വേണ്ടി ചിന്തിക്കുവാനിടയായി തീരും. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, എനിക്ക് നിങ്ങളെ കുറിച്ചുള്ള വിചാരങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്ന പോലുള്ള വിചാരങ്ങളല്ല, എന്റെ വിചാരങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നതിനുപരിയായി എന്റെ ചിന്താഗതികൾ നിങ്ങൾക്ക് നിങ്ങളുടെയാണ്. ഒന്നാമതായി അവളുടെ ജീവിതത്തിലെ ബാധ്യതകൾ ഒഴിക്കുവാനിടയായി. ഇന്നലെ വരെ അവളെ ഞെരുക്കിക്കൊണ്ടിരുന്ന അവസ്ഥകൾക്ക് അവൾക്ക് വിരാമമിടുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ കൊടുത്തു. ഹല്ലേലൂയ അവൾ എണ്ണ വിറ്റ് ഒന്നാമതായി അവളുടെ ബാധ്യതകൾ ഒഴിച്ച്
സ്വതന്ത്രരായി തീരുവാനിടയായി. രണ്ടാമതായി ശേഷിപ്പ് കൊണ്ട് അവളും അവളുടെ മക്കളും ഉപജീവനം കഴിച്ചതായി തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് ദൈവസന്നിധി നിലവിളിക്കുന്ന ദൈവ പൈതലേ, നിന്റെ കണ്ണുനീരിനെ മറികടന്നു പോകാത്ത ദൈവം നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാനിടയായി തീരും. അതിനുശേഷമായി വെറും പാത്രങ്ങൾ അവർ ആദ്യമേ അയൽക്കാരുടെ കയ്യിൽ നിന്ന് മേടിച്ചു കൊണ്ടുപോയപ്പോൾ തിരിച്ചു കൊണ്ടു കൊടുക്കുന്ന പാത്രത്തിന് ഒരു വ്യത്യസ്തതയുണ്ട്. ഞാനും നിങ്ങളും പലപ്പോഴും മറ്റുള്ളവരോട് സഹകരിക്കുമ്പോൾ നമ്മളിൽ നിന്ന് വരുന്ന പുറപ്പെടുന്ന വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തതായിരിക്കണം, മറ്റുള്ളവർക്ക് ആശ്വാസകരമായിരിക്കണം. ഈ വ്യക്തി ജീവിതങ്ങൾ വെറും പാത്രങ്ങൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് മേടിച്ചപ്പോൾ തിരിച്ചു കൊണ്ടു കൊടുത്തപ്പോൾ ആ പാത്രങ്ങൾക്ക് ഒരു അഭിഷേകത്തിന്റെ ഗുണമുണ്ടായിരുന്നു. ഈ അഭിഷേകത്തിന്റെ ഗുണം അവരുടെ മേൽ വ്യാപരിച്ചപ്പോൾ ദേശത്ത് നിനക്ക് സാക്ഷി ലഭിക്കുവാനിടയായി. ഇന്നലെ വരെ നഷ്ടപ്പെട്ടു പോകുമെന്ന് ചിന്തിച്ച മണ്ഡലങ്ങളിൽ ഇതാ ദൈവം അവരെ ഉയർത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, യഹോവയെ സേവിക്കുന്നവനും സേവിക്കാത്തവനുള്ള വ്യത്യാസത്തെ ഞാൻ ജാതികളുടെ ഇടയിൽ കാണിക്കാം. ഹല്ലേലൂയ. യഹോവയെ സേവിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, നീ താഴ്ച ഭവിക്കുവാൻ എന്റെ ദൈവം അനുവദിക്കുകയില്ല. എന്റെ ദൈവം നിനക്ക് വേണ്ടി കരുതും. ലോകത്തിൽ ആരും നിനക്ക് വേണ്ടി കരുതാതിരിക്കുമ്പോൾ, കരുതേണ്ടവർ എല്ലാവരും മാറി നിൽക്കുമ്പോൾ എന്റെ കർത്താവ് നിനക്ക് വേണ്ടി കരുതും. നീ എന്റെ ദൈവത്തിന്റെ സന്നിധി നിലവിളിക്കുവാൻ തയ്യാറാകുമോ? ദൈവത്തിന്റെ സന്നിധി കരയുവാൻ തയ്യാറാകുമോ? ദൈവത്തിന്റെ പാദപീഠത്തിൽ മുട്ടുമടക്കുവാൻ നീ തയ്യാറാകുമോ? നിന്റെ കണ്ണുനീർ നീ ഇരിക്കുന്ന പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് വീഴ്ത്തുവാൻ നീ തയ്യാറാകുമോ? ലോകം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരത്ഭുതം നിന്റെ ജീവിതത്തിൽ നടക്കുവാനിടയായി തീരാം. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീരിനെ കാണുവാൻ ആരുമില്ലല്ലോ എന്ന് നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, നിനക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. നിന്റെ ഭാരം എന്റെ മേൽ വെച്ചു കൊള്ളുക, ഞാൻ നിന്നെ പുലർത്തും. ഹല്ലേലൂയ. നിന്റെ ഭാരം ചുമക്കുവാൻ, നിന്റെ പ്രയാസം ചുമക്കുവാൻ, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ടെന്ന് വിശ്വാസമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. നീ ദൈവവചനത്തെ അനുസരിക്കുന്നവരായിരിക്കണം. വെറും പാത്രങ്ങളെ കൊണ്ടുകൊടുത്തപ്പോൾ അവർ ഹല്ലേലൂയ, ഞങ്ങൾ നിങ്ങൾക്ക് വെറും പാത്രമല്ലേ തന്നത്, ഇതിൽ എന്താണ് പിന്നെ ശേഷിപ്പായി എണ്ണ അതിൽ കാണുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുവാനിടയായി, ഞങ്ങൾക്ക് ലഭിച്ച സ്വർഗീയ അനുഗ്രഹം നിങ്ങൾക്കും ലഭിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ട് ഞങ്ങൾക്ക് ലഭിച്ചത് നിങ്ങൾക്ക് ഞങ്ങൾ പങ്കിടുകയാണ്. ഞങ്ങൾക്ക് ലഭിച്ച രക്ഷ നിങ്ങൾക്കും പ്രാപിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എന്ന് പറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. തിരുവചനത്തിലെ വീണ്ടും മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. അവർ ജീവിതത്തിൽ യഹോവ ഭക്തിയുള്ളവരായിരുന്നു, അഭിഷേകം നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുന്നവരായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അനുസരിക്കുന്ന മനോഭാവമുള്ളവരായിരുന്നു, ഒരു നന്ദിയുള്ള ഹൃദയമുള്ളവരായിരുന്നു. ഹല്ലേലൂയ. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പ്രതിസന്ധികൾ കടന്നു വന്നാലും അതിന്റെ മുമ്പിൽ ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കും. ഹല്ലേലൂയ. തകർന്നു പോകുമെന്ന് ചിന്തിക്കുന്ന മണ്ഡലങ്ങളിലായിരിക്കാം ഹല്ലേലൂയ ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇന്ന് രാത്രികാലം ദൈവസന്നിധി സമർപ്പിക്കുവാൻ തയ്യാറാകുമോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന് കീഴ്പ്പെടുവാൻ തയ്യാറാകുമോ? യഹോവഭക്തിയോടെ ജീവിക്കുവാൻ തയ്യാറാകുമോ? നിനക്ക് ലഭിച്ചിരിക്കുന്ന അഭിഷേകം നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ നീ തീരുമാനമെടുക്കുമോ? ദൈവവചനം അനുസരിക്കുവാൻ നീ തയ്യാറാകുമോ? അതിനുവേണ്ടി നിന്നെ തന്നെ സമർപ്പിക്കുമോ? സാഹചര്യം പ്രതികൂലമായിക്കൊള്ളട്ടെ, അതിന്റെ മറ്റേ വഴി നടത്തുവാൻ എനിക്ക് വേണ്ടി ഒരു കർത്താവുണ്ടെന്ന് നീ വിശ്വസിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. എല്ലാ പ്രതിസന്ധികളും മാറ്റി നിന്നെ വഴി നടത്തുവാൻ കഴിവുള്ള ദൈവമാണ് ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷയിൽ എവിടെ കരയുന്നുവോ അവിടേക്ക് ഓടിയെത്തുന്നവനാണ്. ആരും അറിയാതെ നീ ദൈവസന്നിധി നിലവിളിക്കുന്ന വിഷയത്തിന് ഇന്ന് രാത്രികാലം നിനക്ക് പരിഹാരവുമായി കർത്താവ് വരികയാണ്. എങ്ങനെ സംഭവിക്കുമെന്ന് നീ ചിന്തിക്കണ്ട, സാഹചര്യമുണ്ടോ എന്ന് ചിന്തിക്കണ്ട. ഞാനും നിങ്ങളും ഹല്ലേലൂയ ദൈവസന്നിധി നിലവിളിക്കുന്ന വിഷയത്തിന്റെ മേൽ ആരും അറിയാതെ നിന്റെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ അറിയാവുന്നവൻ, വേദന
അറിയാവുന്നവർ നിന്റെ ആവൽഘട്ടത്തിലേക്ക് കടന്നു വന്ന് വഴി നടത്തുന്ന ഒരു കർത്താവാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നിലവിളിയുടെ മധ്യത്തിൽ, കരച്ചിലിന്റെ മധ്യത്തിൽ ഒരു ദൈവം, നമ്മുടെ കർത്താവ് കടന്നു വരുന്നതായി കാണുവാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ട് അവിടെ നിലവിളിക്കുന്ന ഒരു വിധയുടെ ശബ്ദത്തിൽ എന്റെ കർത്താവ് അത്ഭുതം ചെയ്യുന്നതായി കാണുവാൻ കഴിയും. ഒന്ന് വായിച്ചാട്ട്. എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. അവൻ പട്ടണത്തിന്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോടുകൂടെ ഉണ്ടായിരുന്നു. അവൾ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് മൺതൊട്ട് ചുവന്ന ഭാര്യക്കാരാ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്നു, സംസാരിപ്പാൻ തുടങ്ങി. ആമേൻ, ഹല്ലേലൂയ. യേശു തന്റെ പരസ്യ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ആയിരുന്നപ്പോൾ, നയീൻ പട്ടണത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ, ഒരു പട്ടണത്തിന്റെ വാതിൽക്കൽ എന്റെ കർത്താവ് കാല് ചവിട്ടിയപ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് ഒരു ദുഃഖത്തിന്റെ അവസ്ഥയാണ്, ഒരു കരച്ചിലിന്റെ അവസ്ഥയാണ്. അവിടെ കടന്നു ഹല്ലേലൂയ ഒരു കുടുംബത്തിൽ വിധവയായ ഒരു സ്ത്രീയുടെ മകൻ മരിച്ചു പോകുവാനിടയായി. അവരെ അടക്കം ചെയ്യേണ്ടതിന് ആ ദേശത്തിലെ ജനം കൂടി അവനെ മഞ്ചത്തിൽ ചുമന്നുകൊണ്ട് വഴി കടന്നു പോകുമ്പോൾ ആ പ്രിയ മാതാവ് നിലവിളിക്കുകയാണ്, ഇനി എനിക്ക് ജീവിതത്തിൽ ജീവിക്കുവാൻ ആശ്രയമായിരിക്കുവാൻ ആരുമില്ല. എനിക്ക് പണ്ട് ആശ്രയമായിരുന്ന ഭർത്താവ് ഉണ്ടായിരുന്നു, എനിക്ക് ഇന്ന് ഒരാശ്രയമായിരിക്കുന്ന ഒരു പൈതലുണ്ടായിരുന്നു, അവനും നഷ്ടപ്പെട്ടു പോയി, ഞാൻ ഏകനാണല്ലോ എന്ന് അവൾ നിലവിളിക്കുവാൻ തുടങ്ങി. അവിടെ ചുറ്റുപാടുകൾ ഉള്ളവർ അനേക വാക്കുകൾ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുവാൻ തയ്യാറായെങ്കിലോ അവളുടെ കരച്ചിലിന് നിവൃത്തി വന്നില്ല. അവളുടെ കരച്ചിൽ കണ്ടു. എന്റെ യേശു കടന്നു പോകുമ്പോൾ അവളുടെ കരച്ചിൽ കാണുവാനിടയായി. ഞാനും നിങ്ങളും സേവിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ കരച്ചിൽ കണ്ടിട്ട് മുഖം തിരിച്ചു പോകുന്നവനല്ല, നമ്മുടെ വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് കടന്നു വരുന്നവനാണ്. അന്ന് വരെയും നായിൻ പട്ടണത്തിൽ നടന്നിട്ടില്ലാത്ത ഒരത്ഭുതം ആ കുടുംബത്തിൽ, ആ ദേശത്ത്, ആ പട്ടണത്തിൽ നടക്കുവാനിടയായി. ദൈവത്തോട് നിലവിളിക്കുന്ന ദൈവവൈതലേ, ദേശം കാണത്തക്ക വിധത്തിൽ, ബന്ധുമിത്രാദികൾ കാണത്തക്ക വിധത്തിൽ, സമൂഹം കാണത്തക്ക വിധത്തിൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇറങ്ങി വരാം. ആരും ചിന്തിക്കത്തില്ല അതുവഴി എന്റെ കർത്താവ് കടന്നു വരാം, നിന്റെ വിജയത്തെ ദൈവം ഏറ്റെടുക്കാം. കടന്നു വന്നിട്ട് മഞ്ചം തൊടുവാനിടയായി. ഹല്ലേലൂയ. മഞ്ചം ചുമന്നുകൊണ്ട് പോയവർ നിൽക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. നീ കരയുമ്പോൾ നിന്റെ വിഷയത്തെ എന്റെ കർത്താവ് ഏറ്റെടുക്കും. ലോകം ചിരിക്കും, നിന്റെ സ്നേഹിതർ ചിരിക്കും, ഒരുപക്ഷെ നിന്റെ ഹല്ലേലൂയ ബന്ധുമിത്രാദികൾ ചിരിക്കും, ഒരുപക്ഷെ നിന്റെ കൂടപ്പറമ്പുകൾ ചിരിക്കും. പുറംപല്ല് കൊണ്ട് ചിരിക്കും. അവരുടെ ചിരിയുടെ മുമ്പിൽ, നിന്റെ തകർച്ചയുടെ മുമ്പിൽ അവർ ചിരിക്കുമ്പോൾ നിന്റെ കരച്ചിലിന്റെ ശബ്ദം എന്റെ ദൈവം കേൾക്കുവാനിടയാകും. അതുവരെയും പ്രവർത്തിച്ചിട്ടില്ലാത്ത ദൈവം നിനക്ക് വേണ്ടി പട്ടണത്തിലേക്ക് ഇറങ്ങി വരുന്നവനാണ്. ആ ദേശത്ത് എന്റെ കർത്താവ് കാൽ ചവിട്ടുവാനിടയായി. അതുവരെയും ആ ദേശത്തേക്ക് കാൽ ചവിട്ടിയതായി തിരുവചനത്തിൽ നാം വായിക്കുന്നില്ല. ആ ദേശത്ത് കാണുവാൻ കഴിയുന്നത് അവൻ പിറ്റേന്നാൾ അവൻ നായിൻ പട്ടണത്തിലെത്തുവാനിടയായി. ഇന്നലെ വരെ അവർ മറ്റൊരു പട്ടണത്തിൽ ദൈവം നിനക്ക് മേലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധി കടന്നു വന്നപ്പോൾ ഇന്ന് നിന്റെ ജീവിതത്തിലേക്ക് എന്റെ കർത്താവ് കടന്നു വന്നു, നിന്റെ വിഷയത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. നായിൻ പട്ടണത്തിൽ കടന്നു വന്നിട്ട് നിലവിളിച്ചു കൊണ്ടുപോകുന്ന മാതാവിനെ കണ്ടിട്ട് എന്റെ കർത്താവ് മനസ്സലിഞ്ഞു. അവളോട് പറയുകയാണ്, അവളുടെ അവസ്ഥ
അവസ്ഥകളെ മറ്റാരും പറയുന്നതിനേക്കാൾ ഉപരിയായി എന്റെ കർത്താവ് നല്ലതുപോലെ മനസ്സിലാക്കാനിടയായി. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. അവളോട് പറയുകയാണ്, നീ കരയേണ്ട. പ്രിയ ദൈവമുള്ള ദൈവമക്കളെ, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രികാലം നമ്മോട് സംസാരിക്കുകയാണ്. ഇനി നീ കരയേണ്ട, നിന്റെ വിഷയം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന്മേൽ ഞാൻ വൻ കാര്യങ്ങളെ ചെയ്യുന്ന ദിനമാണ്. മറ്റാരുമല്ല പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ കർത്താവാണ് പറയുന്നത്. നിന്റെ വിഷയം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. നീ ഇനി ആ വിഷയത്തിൽ മേൽ കരയേണ്ട. എന്ന് പറഞ്ഞിട്ട് ചെന്ന അവൻ ദൂരത്തല്ല നിന്നത്, നിന്റെ വിഷയത്തിന്റെ അടുക്കിലേക്ക് കടന്നു വന്നു. നിന്റെ നിലവിളിയുടെ വിഷയത്തിന്റെ അടുക്കിലേക്ക് എന്റെ കർത്താവ് കടന്നു വന്നിട്ട് ഹല്ലേലൂയ നിന്റെ വിഷയത്തെ ദൈവം തൊടുവാനിടയായി. ഹല്ലേലൂയ നമ്മുടെ വിഷയത്തെ ദൈവം തൊട്ടപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ചുമക്കുന്നവർ അവർ നിൽക്കുവാനിടയായി. നിന്നിട്ട് അവൻ ഹല്ലേലൂയ പറയുകയാണ്, ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ തൊടേണ്ടവൻ തൊടേണ്ട സമയത്ത് നിന്റെ വിഷയത്തെ തൊടുമ്പോൾ നിന്റെ കരച്ചിലിന്റെ ശബ്ദം കണ്ണുനീർ കണ്ട്, നിന്റെ കരച്ചിലിന്റെ ഞെരുക്കത്തിന്റെ ശബ്ദം ദൈവം കേട്ടിട്ട് നിന്റെ വിഷയത്തെ തൊടേണ്ട സമയത്ത് വന്ന് തൊടുമ്പോൾ പിന്നെ അവിടെ ദുഃഖം മാറും. ഹല്ലേലൂയ ഹല്ലേലൂയ സന്തോഷമായി ഹല്ലേലൂയ ജീവിക്കുവാൻ ദൈവം കൃപ നൽകുക. ഹല്ലേലൂയ നിന്റെ വിഷയം ദൈവസന്നിധിയിൽ പരമേൽപ്പിക്കുവാൻ നീ തയ്യാറാകണം. കരയുവാൻ, നിലവിളിക്കുവാൻ. ഹല്ലേലൂയ വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ഹല്ലേലൂയ ഗ്രാമങ്ങളുടെ ആരംഭത്തിൽ ഹല്ലേലൂയ നിന്റെ തലമുറകൾക്ക് വേണ്ടി നീ കരയണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള മാതാപിതാക്കളെ, എനിക്ക് ഇന്ന് രാത്രിക്കാലം നിങ്ങളോട് പറയുവാനുള്ളത് ഹല്ലേലൂയ ഗ്രാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ ഹല്ലേലൂയ തലമുറകൾക്ക് വേണ്ടി നിലവിളിക്കുന്നവരായി തീരണം. ദൈവസന്നിധി വിട്ട് അകന്നു പോകുന്ന തലമുറകൾ ഉണ്ടെങ്കിൽ മടങ്ങി വരുവാൻ ജീവിതത്തിന് നന്മ ഹല്ലേലൂയ നല്ല ഭാവി ലഭിക്കേണ്ട തലമുറകള് ഹല്ലേലൂയ അവർ നല്ല ഭാവിയിലേക്ക് എത്തിച്ചേരേണ്ടതിന് ഹല്ലേലൂയ നീ ദൈവസന്നിധി ഗ്രാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുവാൻ തയ്യാറായാൽ നിന്റെ തലമുറയെ ദൈവം അനുഗ്രഹിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ വിധവ ഇവിടെ നിലവിളിച്ചത് തന്റെ തലമുറയ്ക്ക് വേണ്ടിയാണ്, തന്റെ വിഷയത്തിന്റെ പരിഹാരങ്ങൾക്ക് വേണ്ടിയാണ്. നിലവിളിച്ച നിലവിളിയുടെ മുമ്പിൽ എന്റെ കർത്താവ് കടന്നു വന്നിട്ട് അവൾ ഹല്ലേലൂയ ആ മഞ്ചത്തെ തൊടുവാനിടയായി. എന്നിട്ട് പറയുകയാണ്, ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിപ്പാൻ തുടങ്ങി. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവരും ഭയം പിടിച്ച്, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. ഹല്ലേലൂയ നിന്റെ വിഷയത്തെ ദൈവം തൊടുമ്പോൾ എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തീരാം. ഹല്ലേലൂയ ആ പട്ടണത്തിൽ ഇതുവരെയും നടന്നിട്ടില്ലാത്തത്, ദേശത്ത് ഇതുവരെയും നടന്നിട്ടില്ലാത്ത ഒരു അത്ഭുതത്തിന്റെ കുടുംബത്തിൽ നടക്കുമ്പോൾ ഹല്ലേലൂയ ദൈവജനത്തിന്റെ മധ്യേ, സമൂഹത്തിന്റെ മധ്യേ, പട്ടണങ്ങളിൽ ഹല്ലേലൂയ നിന്നിലൂടെ യേശുവിന്റെ നാമം ഉയരുവാനിടയായി തീരും. അവർ എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി. ഹല്ലേലൂയ ഇനി ഒരിക്കലും ഉയർച്ചയില്ല എന്ന് പറഞ്ഞ് ഹല്ലേലൂയ മണ്ണിന് ഇരയായി തീരുമെന്ന് ലോകം വിധി എഴുതിയ മണ്ഡലങ്ങളിൽ എന്റെ കർത്താവ് ഭവനത്തിലെ വിഷയത്തെ തൊടുവാനിടയായപ്പോൾ ഹല്ലേലൂയ മരിച്ചു എന്ന് ചിന്തിച്ച് അടക്കം ചെയ്യുവാൻ ആഗ്രഹിച്ച ഹല്ലേലൂയ ശവശരീരം ഇതാ എഴുന്നേറ്റ് സംസാരിക്കുവാൻ തുടങ്ങി. ഇനി ഒരിക്കലും ജീവിക്കുകയില്ല, ജീർണത സംഭവിച്ചു പോയി. ഹല്ലേലൂയ ഇനി ജീവിക്കുകയില്ല, ഇനി മുള സംഭവിക്കുകയില്ല എന്ന് നിന്റെ വിഷയത്തെ കുറിച്ച് ആരെങ്കിലും ചൂണ്ടി പറയുന്നു എങ്കിൽ ഇന്ന് രാത്രി കാലത്ത് വിശ്വസിക്കാം, എന്റെ കർത്താവിന്റെ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ നിമിഷം മുതൽ എനിക്ക് വേണ്ടി ആ വിഷയത്തിന് മേൽ വെള്ളത്തിൽ മേൽ പരിവർത്തിച്ച ദൈവത്തെ പരിശുദ്ധാത്മാവ് നിന്റെ വിഷയം ഏറ്റെടുത്ത് അനുവർത്തിച്ചുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ
അതുകൊണ്ടാണ് ഹല്ലേലൂയ ആരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലാത്തതുപോലെ ഹല്ലേലൂയ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അവരുടെ ഭവനത്തിൽ സാഹചര്യങ്ങൾ ഹല്ലേലൂയ ദേശത്ത് സാഹചര്യങ്ങൾ പ്രതികൂലമായിട്ടും ആ ഭവനത്തെ ദൈവം ആദരിച്ച ഹല്ലേലൂയ അവരെ വഴി നടത്തിയതായി കാണുവാൻ കഴിയുന്നു. നിന്റെ കണ്ണുനീരിനെ മറികടന്നു പോകാത്തവനാണ്, നിന്റെ നിലവിളിയെ മറികടന്നു പോകാത്തവനാണ്, ഹല്ലേലൂയ നിന്റെ വിഷയത്തെ മറികടന്നു പോകാത്തവനാണ്. അതിന് നിനക്ക് ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റിയെ കുറിച്ച് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, നിന്റെ ജീവിതത്തിൽ നന്മ പ്രാപിച്ചു എങ്കിൽ, വിടുതൽ പ്രാപിച്ചു എങ്കിൽ നീ ദൈവത്തെ മറന്നു പോകരുത്. നീ യഹോവഭക്തനായിരിക്കണം. നിന്നിലുള്ള അഭിഷേകം നഷ്ടപ്പെടുത്തരുത്. ആ ദൈവത്തെ അനുസരിക്കുന്നവനായിരിക്കണം. നീ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു നന്ദിയുള്ള ഹൃദയമുള്ളവനായിരിക്കണം. അത് അങ്ങനെയായിരുന്നാൽ ആ നന്മ നിലനിൽക്കുവാനിടയായി നിനക്ക് വേണ്ടി തുറക്കപ്പെട്ട വഴികൾ പിന്നെ ആരും നിനക്ക് അടയ്ക്കുവാൻ എന്റെ ദൈവം അനുവദിക്കുകയില്ല. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ഇനി നിന്റെ വിഷയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് മാനുഷിക കരങ്ങളല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അത് നിന്നെ സംരക്ഷണ വലയമായി നിന്നോടുകൂടെ ഇരിക്കാം. ഹല്ലേലൂയ. നാം ഈ 4 ക്വാളിറ്റികൾ ചെയ്ത് മാത്രമേ ദൈവത്തിന്റെ നന്മ നാം ജീവപര്യന്തം അനുഭവിക്കുവാനിടയായി തീരുകയുള്ളൂ. ഹല്ലേലൂയ. നന്മ ലഭിച്ച പല ദൈവജനവും പിന്മാറിപ്പോയപ്പോൾ അവരുടെ നന്മകൾ നഷ്ടപ്പെട്ടു പോയി, അവർ പട്ടുപോയി. തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. സ്വന്തം ജനം അടിമത്തത്തിന്റെ മുഖത്തിൽ നിന്ന് അടങ്ങി പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നപ്പോൾ നന്മ ലഭിച്ചതിന് ശേഷമായി നന്മകൾ പിന്നെയും പ്രാപിക്കുമെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാതെ ദൈവജനത്തിന്റെ ഇടയിൽ സംശയത്തിന്റെ ആത്മവാക്കുകൾ അവതരിപ്പിച്ച വ്യക്തി ജീവിതങ്ങൾ പട്ടുപോകുവാനിടയായി. എന്നാൽ അവരുടെ മധ്യേ ദൈവം നമ്മളോട് സംസാരിച്ചത് സംഭവിക്കുമെന്ന് പറഞ്ഞ് വിശ്വാസത്തോടു കൂടി നിന്ന 2 ഭക്തന്മാർ കനാൻ ദേശത്ത് പ്രവേശിക്കുവാൻ ആ നാളുകളിൽ ദൈവം കൃപ നൽകി. ഇതൊക്കെ നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്താണ്? യഹോവ ഭക്തരായിരിക്കണം. അഭിഷേകം നഷ്ടപ്പെട്ടു പോകരുത്. ദൈവിക ദൈവത്തെ അനുസരിക്കുന്നവരായിരിക്കണം. നല്ല നന്ദിയുള്ള ഹൃദയമുള്ളവരായിരിക്കണം. ഞാൻ വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, നീ നാളുകളെ പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന് മേൽ ഇന്ന് സ്വർഗം പ്രവർത്തിക്കുവാൻ പോവുകയാണ്. അതിനുവേണ്ടി സമർപ്പിക്കുവാൻ തയ്യാറാകുമ്പോ നീ ഇന്ന് പകൽക്കാലം ഇന്ന് രാത്രിക്കാലം അല്പസമയം ദൈവസന്നിധിയിൽ തയ്യാറാകുമ്പോ കരുതുന്നവൻ എനിക്കായി കരുതുന്നവനുണ്ട്. അബ്രഹാമിന്റെ ദൈവമാണ്. ചെങ്കടലും വഴി തുറപ്പാൻ അവൻ ശക്തനാണ്. ദൈവത്തിന്റെ ശക്തി എന്റെ മേൽ പകർന്നു ഇന്നും എന്നെ കൃപയാൽ നടത്തുവാൻ തയ്യാറാകുകയാണ്. നീ അതിനുവേണ്ടി സമർപ്പിക്കുവാൻ നീ തയ്യാറാകുമോ? വായിച്ച വേദഭാഗ്യത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നീ അറിയുന്നുവല്ലോ. ഇപ്പോൾ കടക്കാർ വന്ന് എന്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം എന്ന് പറക എന്ന് പറഞ്ഞു. നിന്റെ വീട്ടിൽ എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല എന്നവൾ പറയുവാനിടയായി. നിന്റെ ജീവിതത്തിൽ അല്പം മാത്രമേ ഉള്ളൂ എന്ന് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ തയ്യാറായാൽ ഉള്ളത് ദൈവത്തിന്റെ സന്നിധി സമർപ്പിക്കുവാൻ
ചെയ്യുവാൻ തയ്യാറായാൽ അതിനെ ദൈവം വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഉള്ള അവസ്ഥയെ, ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന കൃപാവരത്തെ ഒരുപക്ഷെ നിനക്ക് പ്രാർത്ഥിക്കുവാനായിരിക്കും ദൈവം കൃപ തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു മീറ്റിംഗ് ലീഡ് ചെയ്യാനായിരിക്കും നിനക്ക് കൃപ നൽകിയിരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവരോട് യേശുവിനെ പറയുവാൻ, സുവിശേഷീകരിപ്പാൻ ഒരു ആത്മാവിനെയാണ് നിനക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. നീ ലജ്ജ കൂടാതെ എന്റെ ദൈവത്തെ ഹല്ലേലൂയ പുകഴ്ത്തുവാൻ ഹല്ലേലൂയ നീ തയ്യാറായാൽ നിന്റെ വിഷയത്തിന്മേൽ ദൈവം ഇറങ്ങി വരുവാനിടയായിത്തീരാം. ഹല്ലേലൂയ. അതിന് നാം ഈ ദിവസങ്ങളിൽ തയ്യാറാകണം. ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ഏതായാലും, ഏത് പ്രതിസന്ധി ആയാലും, ഹല്ലേലൂയ, ആ വിധവയുടെ ജീവിതത്തിൽ, ആ കുടുംബത്തിൽ ഉണ്ടായിരുന്ന 4 ക്വാളിറ്റികൾ നമുക്കുണ്ടായിരിക്കണം. 1, യഹോവ ഭക്തിയുള്ളവരായിരിക്കണം. 2, അഭിഷേകം നഷ്ടപ്പെടുത്താതെ ജീവിക്കുന്നവരായിരിക്കണം. 3, അനുസരിക്കുന്ന മനോഭാവമുള്ളവരായിരിക്കണം. 4, ദൈവത്തിനെ മഹത്വകരുത്തുന്ന നന്ദിയുള്ള ഒരു ഹൃദയം ഉണ്ടായിരിക്കണം. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അസാധ്യങ്ങളെ സാധ്യമാക്കേണ്ടതിനാണ് കർത്താവിന്റെ കരം ഇറങ്ങേണ്ട സമയത്ത്, ആരും നനയ്ക്കാത്ത സമയത്ത്, നാം പോലും ചിന്തിക്കാത്ത അവസരങ്ങളിലേക്ക് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇറങ്ങി വരും. നമ്മുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തും, സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരുത്തും. യഹോവ നിനക്ക് അനുഗ്രഹമായിരിക്കും. നീ ഹല്ലേലൂയ പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നീ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. നീ പട്ടണത്തിൽ പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഭവനത്തിലുള്ള സർവ്വതും അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും. നീ കരം വെക്കുന്ന സകലവും അനുഗ്രഹിക്കുവാനിടയായിത്തീരും. നീ ആർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുവോ അവരൊക്കെ അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും. നിന്നിലൂടെ ദേശം ഹല്ലേലൂയ ദൈവത്തെ അറിയുവാനിടയായിത്തീരും. അതിനായി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ. എനിക്ക് ഹല്ലേലൂയ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്ത ഗോഡീസിലെ പ്രവർത്തകരെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടി ക്രിസ്തു യേശുവിന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുങ്ങാം, നമ്മുടെ കർത്താവ് വരാറായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം.